ഇവിടെ ശ്രീ വേണു സൂചിപ്പിച്ചതുപോലെ 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രചരണ പ്രസംഗം എന്നതിനുപരിയായിട്ട് ഇതിൽ യാതൊരു ആത്മാർത്ഥതയും ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇവിടെ 3% പലിശ കുറച്ചു, 4% പലിശ കുറച്ചു, 20,000 കോടി രൂപ കൃഷിക്കാർക്ക് വായ്പയായിട്ട് കൊടുക്കുന്നു പോലുള്ള കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പിന്നെന്താണ് ധനകാര്യമന്ത്രിയുടെ ചുമതല? ധനകാര്യമന്ത്രിയുടെ ചുമതല എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ വിഭവസമാഹരണവുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ ശേഖരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഡ്ജറ്റിന് രൂപം നൽകുകയും ചെയ്യുക. പ്ലാനിംഗ് കമ്മീഷൻ നേരത്തെ തന്നെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചു. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷൻ ആവശ്യമില്ല, ധനകാര്യമന്ത്രി ആവശ്യമില്ല, പ്രധാനമന്ത്രി മതി. ഒരു ഏകാധിപതിയായിട്ട് മാറുന്ന നിലയിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി പോകുന്നു എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ വിമർശനമാണ് ആദ്യത്തെ പ്രശ്നമെന്ന നിലയിൽ എനിക്ക് ഉന്നയിക്കാറുള്ളത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ പറഞ്ഞ ആനുകൂല്യങ്ങൾ, ഈ ആനുകൂല്യങ്ങൾ സാധാരണഗതിയിൽ നടന്നു പോകുന്ന ആനുകൂല്യങ്ങളുടെ എക്സ്റ്റൻഷൻ എന്ന നിലയിലല്ലാണ്ട് വേണ്ട കഴിയുക. വേണു ചൂണ്ടിക്കാണിച്ചൊരു കാര്യം വളരെ ശരിയാണ്. 20,000 കോടി രൂപ നിങ്ങൾ കൃഷിക്കാർക്ക് കൊടുക്കുമ്പോൾ അത് വായ്പയാണ് എന്ന് പറഞ്ഞാൽ പലിശ അനുസരിച്ച് കൊടുക്കുന്നതാണ്, പലിശ കുറച്ച് കൊടുക്കുന്ന ഒന്നല്ല. കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ തകർച്ച നേരിടുന്ന സമയത്ത് ആ കൃഷിക്കാരെ സഹായിക്കാൻ ആവശ്യമായത് വായ്പ ഒരു പരിധിവരെ അല്ലെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ അതിന് പലിശ ഇളവില്ല. അതേപോലെ തന്നെ കടമെഴുതി തള്ളാനുള്ള ഒരു നടപടിയും കാര്യങ്ങളുമില്ല. നേരത്തെ 80,000 കോടി രൂപ, 72 80,000 കോടി രൂപ സ്പെഷ്യൽ പാക്കേജായിട്ട് കൊടുത്ത സമയത്ത് അത് പൂർണ്ണമായിട്ടും കൃഷിക്കാരുടെ കടം എഴുതിത്തള്ളാനുള്ള ഒന്നായിരുന്നു. അതുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് ഇതുകൊണ്ട് പ്രത്യേക ഗുണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കൃഷിക്കാർ വായ്പ എടുക്കുക, ആ വായ്പയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എന്ന നിലയിലാണ് ഇതിനെ കാണാൻ വേണ്ടി കഴിയുക. അതേപോലെ തന്നെയാണ് മറ്റ് സുരക്ഷാ നടപടികൾ. ഞാൻ ഈ സുരക്ഷാ നടപടികളെ എതിർക്കുകയല്ല, സ്വാഭാവികമായിട്ട് എപ്പോഴും നമുക്ക് സ്വാഗതം ചെയ്യാം. എന്നാൽ നമ്മുടെ രാജ്യത്തിൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോട്ട് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങൾ അത് 100% ശരിയാണെന്ന് പ്രധാനമന്ത്രിക്ക് സമ്മതിക്കേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പരാതിയുണ്ട്, ആളുകൾ ക്യൂ നിൽക്കുന്നു, ആളുകൾ മരണപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ വന്നു എന്ന് മാത്രമല്ല, ഇത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ ബാധിക്കുന്നതാണ്. അരുൺ ജെയ്റ്റ്ലി പറഞ്ഞല്ലോ, കാരണം നമ്മുടെ വളർച്ചാ നിരക്ക് കുറയും. ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചാണത്, ശ്രീ മൻമോഹൻ സിംഗ് ചൂണ്ടിക്കാണിച്ചാണ് ഇത് കുറയാൻ വേണ്ടി പോവാണെന്ന്. അന്ന് അദ്ദേഹത്തെ നിങ്ങൾ തമാശയാക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ ധനകാര്യമന്ത്രി പറഞ്ഞു ആദ്യം തന്നെ, ഇപ്പോഴദ്ദേഹം പറഞ്ഞപ്പോൾ 3,000 കോടി രൂപ വരുമാനത്തിൽ കുറവാണ്. അപ്പോൾ കേവലം ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗം കള്ളപ്പണത്തിനെതിരായിട്ട്. ഞാൻ ചോദിക്കട്ടെ, കള്ളപ്പണത്തിനെതിരായിട്ട് നിങ്ങൾക്ക് നടപടിയെടുക്കാൻ ആദായ വകുപ്പുണ്ടല്ലോ, വിജിലൻസ് ഉണ്ടല്ലോ, എൻഫോഴ്സ്മെൻറ്റ് ആക്ട് ഉണ്ടല്ലോ, CBI ഉണ്ടല്ലോ, ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ. അപ്പോൾ ഈ ചെയ്തിട്ടുള്ള നടപടി, അതിലുള്ള പൊള്ളത്തരം, ജനങ്ങളിൽ നിന്ന് വരുന്ന വലിയ വികാരവും എതിർപ്പും ശ്രീ ജോർജ് കുര്യൻ, ഇതാണ് ഇതിനെല്ലാം പല മാർഗങ്ങൾ ഉള്ളപ്പോഴാണ് വളരെ നിർണായകമായ, വളരെ ശക്തമായ ഒരു തീരുമാനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. അതിൽ നിന്ന് ജനം പ്രതീക്ഷിക്കുന്നത് ഇതിലുമേറെയാണ് എന്ന് തോന്നുന്നതാണ് ആദ്യത്തെ പ്രതികരണങ്ങൾ. ശ്രീ ജോർജ് കുര്യൻ, ഇന്നിപ്പോൾ പറയുന്നു ഈ നിയന്ത്രണങ്ങളെക്കുറിച്ച് അദ്ദേഹം മൗനം പാലിക്കുന്നു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതിൻ്റെ പേരിൽ ഈ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന കാര്യം മാത്രം പറഞ്ഞുകൊണ്ടാണല്ലോ നിങ്ങൾ തരുന്ന ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണെന്ന് അദ്ദേഹം പ്രസംഗിച്ചത്. ആ കാര്യത്തെക്കുറിച്ച് ഇന്ന് അദ്ദേഹത്തിന് മൗനമാണുള്ളത്. മറ്റൊരു കാര്യം, അദ്ദേഹം ഈ താഴെത്തട്ടിൽ ഈ പണം വിനിയോഗിക്കപ്പെടാൻ വേണ്ട പദ്ധതികൾ പറയുന്നുണ്ട്. പക്ഷേ ബാങ്കുകൾ പ്രതിസന്ധിയിലാകാൻ പോകുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് മുന്നിലുണ്ട്. ഈ വലിയ ഡെപ്പോസിറ്റുകൾക്ക് പലിശ നൽകേണ്ട ബാങ്കുകൾക്ക് അടിയന്തരമായി ലോണുകൾ അനുവദിക്കേണ്ടതുണ്ട്. അതിനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നതിനപ്പുറത്ത് ഈ പ്രഖ്യാപനങ്ങളെ കാണാൻ കഴിയുമോ? അല്ല, ആദ്യം ചോദിച്ച കാര്യത്തിന് പ്രധാനമന്ത്രി അത് ആദ്യം തന്നെ വ്യക്തമാക്കി. എല്ലാ ബാങ്കുകൾക്കും ഇടപാടുകൾ നോർമലാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്ന്. അതായത് നിയന്ത്രണങ്ങൾ പിൻവലിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു. ബാങ്കുകൾക്ക് അതിനുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നു എന്ന്. കാരണം കൂടുതൽ ദിവസങ്ങൾ നീട്ടുകയോ കൂടുതൽ ദിവസങ്ങൾ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. ഇനി അതിൻ്റെ പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകൾ ആ നിയന്ത്രണങ്ങളെല്ലാം തന്നെ മാറ്റും. ഡിമോണിറ്റൈസേഷൻ തുടങ്ങിയ അവസരത്തിൽ ആ നോട്ടുകൾ ഉപയോഗിക്കാനുള്ള അവസരം പല മേഖലയിലും നീട്ടിക്കൊടുത്തിരുന്നു. ഈ അടുത്ത ദിവസം വരെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ബാങ്കുകൾ ഏതായാലും ആ നടപടിയിലേക്ക് നീങ്ങുകയാണ്. അത് വളരെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. പിന്നെ കെ.സി. വേണുഗോപാൽ പറഞ്ഞ ഒരു കാര്യം, കർഷകരുടെ കടം എഴുതിത്തള്ളമായിരുന്നു എന്നുള്ളത്. ഈ പാർലമെൻറ്റ് സമ്മേളനത്തിൽ വളരെയധികം പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി എങ്കിലും അതിനിടയിൽ പോസിറ്റീവായിട്ടുണ്ടായ ഒരു സംഭവമാണ്
ശ്രീ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ കണ്ടിട്ട് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടത്. തീർച്ചയായിട്ടും അത് അദ്ദേഹം ഉൾക്കൊണ്ട് എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. കർഷകരുടെ കാര്യത്തിൽ അതായത് 60 ദിവസത്തെ പലിശ സർക്കാർ അടയ്ക്കുമെന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ കുറഞ്ഞ പലിശയ്ക്ക് നബാർഡ് മുഖേന കൊടുക്കുന്ന അവസരത്തിൽ അത് കേരളത്തിലെ കർഷകർക്കറിയാം, അത് കുറഞ്ഞ പലിശയ്ക്കാണ്. അത് 21,000 കോടി രൂപയായിരുന്നത് 20,000 കോടി രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ തീരെ പാവപ്പെട്ടവർക്കുള്ള ഭവന നിർമ്മാണത്തിനുള്ള വായ്പ അതിൻ്റെ പലിശ കുറച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഗർഭിണികൾക്കുള്ള 6,000 രൂപ അത് 53 ജില്ലകളിലേ ഉണ്ടായിരുന്നുള്ളൂ. അത് 650 ജില്ലകളിലും ഗർഭിണികളുടെ അക്കൗണ്ടിലേക്ക്, ബാങ്ക് അക്കൗണ്ടിലേക്ക് 6,000 രൂപ കൊടുക്കുന്ന പദ്ധതി. അതുപോലെ സീനിയർ സിറ്റിസൺസിന് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുമ്പോൾ കിട്ടുന്ന പലിശയുടെ ഉറപ്പുവരുത്തൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ അകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ശ്രീ കരുണാകരൻ MP പറഞ്ഞത് പാർലമെൻറ്റിലെ കാര്യങ്ങളാണ്. അത് തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാം. അവിടെ പ്രതിപക്ഷവും അതുപോലെ തന്നെ ഭരണപക്ഷവും അതിനെപ്പറ്റിയുള്ള ചർച്ചകളെല്ലാം തന്നെ നടന്നതാണ്. പക്ഷേ ഇതിൻ്റെ അകത്തെ കാര്യം ഡിമോണിറ്റൈസേഷൻ നടന്നതുകൊണ്ടാണ്. അതിനു മുമ്പ് തന്നെ നേരത്തെ കാലഘട്ടത്തിലൊക്കെ തന്നെ റെയ്ഡ് നടത്തിയിട്ടുണ്ട്. എല്ലാ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും റെയ്ഡ് നടത്താറുണ്ട്. പക്ഷേ നമുക്ക് ഫലപ്രദമായിട്ട് ഈ കള്ളപ്പണത്തെ നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. കാരണം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ അത് വിശദീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനൊന്ന് ഇടപെടട്ടെ. ഈ പറഞ്ഞ നിയന്ത്രണങ്ങളെക്കുറിച്ച് താങ്കൾ പറഞ്ഞ അത്രയും വ്യക്തത പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. കാരണം ഈ നിയന്ത്രണങ്ങൾ നീക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടു എന്നതിൽ നിന്ന് ഇട്ട കാശ് എടുക്കാൻ കഴിയുമോ എന്ന ലളിതമായ ചോദ്യത്തിന് ഉത്തരമില്ല. അതാണ് യഥാർത്ഥത്തിൽ രാജ്യം ചോദിക്കുന്ന ചോദ്യം. അതടക്കം ഈ പറഞ്ഞ ആദ്യം പ്രധാനമന്ത്രി പ്രസംഗിച്ചപ്പോൾ, ആദ്യം 50 ദിവസം മുമ്പ് പ്രധാനമന്ത്രി നവംബർ 8 പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ 2,500 ഞാൻ ഇപ്പോൾ ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ പ്രതികരണം വരികയാണ്. അതിലേക്ക് പോയതിനു ശേഷം ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ഈ നടപടിയുടെ പരാജയത്തിൻ്റെ സമ്മതമാണ്. അതിന് പരിഹാരമായിട്ട് ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ നിരാശാജനകമാണ്, തികച്ചും അപര്യാപ്തമാണ്. എന്തുകൊണ്ട് പരാജയം? 50 ദിവസം കഴിയുമ്പോൾ എത്ര കള്ളപ്പണം പിടിച്ചെന്ന് ഒരു മൊത്തക്കണക്കെങ്കിലും പറയാൻ കഴിയുമോ? എത്ര നോട്ടാ ബാങ്കിലേക്ക് തിരിച്ചു വന്നതെന്ന് പറയാൻ ഇത്ര മടി? ഇത് അറിവില്ലാത്ത കാര്യമല്ലല്ലോ. പ്രധാനമന്ത്രി മിനിമം പുലർത്തേണ്ട ജനങ്ങളോടുള്ള സത്യസന്ധതയാണ്. 50 ദിവസത്തിനുള്ളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ച് അദ്ദേഹം തന്നെ സമ്മതിച്ചതുപോലെ വലിയ ത്യാഗങ്ങൾ ജനങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി സഹിച്ചു. അവർ പ്രതീക്ഷിച്ചു അഴിമതി ഇല്ലാതാക്കും, കള്ളപ്പണം പിടിക്കും. കള്ളപ്പണം എത്ര പിടിച്ചു? ഇതിൻ്റെ റെക്കോർഡ് കാർഡ് നൽകണ്ടേ രാഷ്ട്രത്തിന് മുന്നിൽ? ഇനി കണക്ക് കൂട്ടാനുണ്ട്. ഇനിയും ഞങ്ങൾ അക്കൗണ്ടിലുള്ള പണം അത് അന്വേഷിച്ച് അതിലെ കള്ളപ്പണം കണ്ടുപിടിക്കും എന്നൊക്കെ പറഞ്ഞാലും എത്ര പണം തിരിച്ചു വന്നു ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് എന്ന് ഉള്ള കണക്ക് പോലും പറയാൻ പറ്റാത്തതെന്ത്? ഇന്ന് ഈ മുഴുവൻ പണവും തിരിച്ച് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സർജിക്കൽ സ്ട്രൈക്ക് അറിയേണ്ടവർ അറിഞ്ഞിരുന്നു. ഇന്ത്യയിലെ വൻ കള്ളപ്പണം സൂക്ഷിക്കുന്ന കോർപ്പറേറ്റുകൾ, ഹുണ്ടിക ഇടപാടുകൾ നടത്തുന്നവർ അവരറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് തിരിമറി ചെയ്യാൻ പറ്റി എന്നുള്ള നിഗമനത്തിലേക്ക് ജനങ്ങൾ എത്തിച്ചേരേണ്ടി വരും. അതുമാത്രമല്ല, 50 ദിവസത്തിനുള്ളിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല. ഇനി എന്ന് ചെയ്ത് തീർക്കും? വീണ്ടും ഒരു ശമ്പള ദിനങ്ങൾ വരെയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി 24,000 രൂപ വെച്ച് കൊടുക്കും ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക്
എന്ന് ഉറപ്പ് നൽകാൻ പറ്റുമോ? ഇന്ന് കേരളത്തിൽ ഉറപ്പില്ല, ഒരു സംസ്ഥാനത്തും ഉറപ്പില്ല. നവംബർ മാസത്തേക്കാൾ കറൻസി ക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. വേഗം സാധാരണഗതിയിലാകുമെന്നല്ലാതെ അതിനൊരു സമയോ പരിധിയോ കൽപ്പിക്കാനായിട്ട് പറയുന്നതിന് അദ്ദേഹത്തിന് കഴിയില്ല. യഥാർത്ഥത്തിൽ തൻ്റെ ഈ തെറ്റായ നടപടി മൂലം, ഈ ഹിമാലയൻ വിഡ്ഢിത്തം മൂലം രാജ്യത്തെ സമ്പദ്ഘടനയെ കേൾപ്പിച്ചിട്ടുള്ള മാരകമായിട്ടുള്ള പരിക്ക്, അതിനെ ഇപ്പോഴും പ്രധാനമന്ത്രിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. 2008 മാന്ദ്യകാലത്ത് ഇന്ത്യയിലുണ്ടായ ഒരു സ്ഥിതിവിശേഷം ഇന്ന് വീണ്ടും ആവർത്തിക്കുകയാണ്. ആഗോള തകർച്ചയുടെ 2008 ഇന്ത്യയിലെ 1.5% വളർച്ചാ നിരക്ക് ഇടിഞ്ഞത്. ഇന്ന് അന്നത്തെ പ്രധാനമന്ത്രി പറയുന്നു 2% കുറയുമെന്ന്. റിസർവ് ബാങ്ക് സംഭവിച്ചു കുറയുമെന്ന്. അങ്ങനെ എല്ലാവരും സാമ്പത്തിക വളർച്ച നടപ്പ് വർഷവും അടുത്ത വർഷവും കുറയുമെന്ന് പറയും. ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണമാണ് വന്നത്. വളരെ പെട്ടെന്ന് ചർച്ചയിലേക്ക് തിരിച്ചു വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം.